മലയാള സിനിമയുടെ ശാപകാലഘട്ടം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിലകനെ പുച്ഛിച്ച് തള്ളുകയും തിലകനെ ഈ സത്യത്തിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 15 അംഗ പവർ ടീം എന്ന് തന്നെ പറയാം. സത്യത്തിൽ തിലകന്റെ പഴയ 14 വർഷത്തെ മുൻപുള്ള പഴയ ഹിസ്റ്ററി ടോട്ടലി മലയാള സിനിമയുടെ ഹിസ്റ്ററിയിലൂടെ സഞ്ചരിച്ചാൽ തന്നെ സത്യം പറഞ്ഞാൽ അന്നു മുതൽക്കേ ഈ ഒരു തമ്പ്രാൻ ആധിപത്യം മലയാള സിനിമയിലുണ്ട്. പക്ഷേ തിലകനെ പലപ്പോഴും ഇത് സംസാരിച്ചപ്പോഴും പറഞ്ഞപ്പോഴും അമ്മ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ പലതും FK ആയിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയായിരുന്നു മലയാള സിനിമയിൽ വരുന്ന ആധിപത്യങ്ങളും ഇത്തരം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അമ്മ കടന്നുപോയി. അമ്മ എന്ന് പറയുന്ന സംഘടന നിൽക്കേണ്ട നെട്ടലിൽ പലപ്പോഴും മറ്റുള്ളവർ ഈ നട്ടെല്ല് ഏറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. തിലകനെ വളരെ ശക്തമായിട്ട് തിലകന്റെ ഈ ഓരോ സംസാരങ്ങളിൽ നിന്നും ഞാൻ ഇനി പറയാൻ പോകുന്ന ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് യഥാർത്ഥത്തിൽ ഈ പവർ ടീമിലുള്ളത്. ഇവരുടെ ഓരോരുത്തരെയും മമ്മൂട്ടിയാണെങ്കിലും അതേസമയം മോഹൻലാലിൻ്റെയും ദിലീപിൻ്റെയും ഇതേ സമയം മുകേഷ്, ഗണേഷ് കുമാർ, ഇത്തരം ഓരോരുത്തരുടെയും സംസാരത്തിൽ നിന്നും അതേസമയം ഗവൺമെന്റ് ഈ സമയത്തൊക്കെ അവരുടെ നിലപാട് എങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേസമയം ഗവൺമെന്റിന്റെ നിലപാടുകളും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 14 വർഷത്തെ ഇത്രയും പഴയ ആ സംസാരങ്ങളും ആ പഴയ വീഡിയോസുകളൊക്കെ അഭിപ്രായത്തിൽ നമുക്ക് തന്നെ പ്രേക്ഷകർക്ക് തന്നെ ഇത് മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഈ ആധിപത്യവും ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ മലയാള സിനിമയെ തന്നെ നശിപ്പിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. തിലകനെ ഇത്തരം വിഷയത്തിന് വളരെ ശാഠ്യ നിലപാടുകൾ എടുത്തതൊക്കെ എന്തുകൊണ്ടായിരുന്നു എന്ന് പലരും യഥാർത്ഥത്തിൽ ചിന്തിക്കാറില്ലായിരുന്നു. പലപ്പോഴും മലയാള സിനിമയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഓരോ വളർന്നു വരുന്ന ഈ കലാകാരന്റെ നിലനിൽപ്പാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും തിലകനെ അതിനെക്കുറിച്ച് ആദ്യം പറയുന്നത് നമ്മൾ കേട്ടതിന് ശേഷം ബാക്കിയിലേക്ക് പോകാം. എനിക്ക് അമ്മയോട് ബഹുമാനമാണ്. എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്. അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അതുപോലെ തന്നെ ഫെഫ്കയിലും. ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എന്ത് സംഭവിച്ചു എന്ന്. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ ഇവിടെ വന്നിരുന്ന് ഈ കസേരയിൽ ഇരുന്നിട്ട് എന്നോട് വളരെയധികം സംസാരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന്. മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എന്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല. അതിന് സുബൈർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല. കാരണം 3.5 കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ല എന്നൊരു തീരുമാനമുണ്ട്. അതുകൊണ്ട് സമ്മതിക്കുന്നത് ഒരു 10 കോടി രൂപയെങ്കിലും വരും. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബൈർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് താഴെ ഇരുന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി? ഞാൻ സുബൈറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബൈറെ? സുബൈർ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ആരാണ് ഈ അവരൊന്ന് അത് പിന്നെ ഈ ഫെഫ്ക അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ. അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. ഞാൻ സുബൈറിനോട് ചോദിച്ചു, ഇവർക്കെന്ത് കാര്യം ഇത് പറയാൻ? ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ? ഒരു സംഘടന
ഒരു തൊഴിലാളിയുടെ തൊഴിലെ നിഷേധിക്കലാണോ, ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? അതാണോ അവരുടെ നയം എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ് അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു, ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി. അപ്പൊ ശരിയാണ്. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാള അരവിന്ദൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരുണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും, അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലേ, കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ മലയാള സിനിമയിൽ ഇനി അഭിനയിക്കേണ്ടെന്ന് 2 പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോഴൊക്കെ പ്രേക്ഷകരുടെ കത്തും മറ്റുള്ള ചില പ്രേരണയാണ്, ചില പുരസ്കാരങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നത്. ഇപ്പോഴും ഞാൻ ആ വക്കത്ത് നിൽക്കുകയാണ്. മലയാള സിനിമയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പലരെയും വിളിച്ചു ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ഈ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയെ വിളിക്കാൻ പ്ലാനിട്ടു. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് വലിയ പരിചയമില്ല. അദ്ദേഹം ഒരിക്കൽ നേരറിയാൻ CBI എന്നുള്ള ലൊക്കേഷൻ വെച്ച് എന്നെ എങ്ങോട്ടോ ഒന്ന് പരിചയപ്പെടുകയും ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു ക്യാരക്ടർ എഴുതാൻ പോവാണ്, ഈ ക്യാരക്ടറിൽ ചേട്ടനല്ലാതെ മറ്റൊരാൾ അഭിനയിക്കാൻ നിൽക്കത്തില്ല എന്ന് വരെ പറഞ്ഞ ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറിയതായിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടു. ഞാൻ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ചതാണ് അവർ പറയുന്ന കുറ്റം. വിനയനെ സംബന്ധിച്ച് പലർക്കും വിപരീത അഭിപ്രായം ഉണ്ടാകാം. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയുന്നവരുണ്ടാകാം, അല്ലെന്ന് പറയുന്നവരുണ്ടാകാം. അതെനിക്ക് പ്രശ്നമല്ല, അത് തെളിയേണ്ട കാര്യമാണ്. വിനയന്റെ പടത്തിൽ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം? ഞാൻ പ്രേക്ഷകരോട് ചോദിക്കുന്നു. അഭിനയിക്കരുതെന്ന് പറയാൻ പ്രേക്ഷകർക്കേ അവകാശമുള്ളൂ. എന്ന് നിങ്ങൾ തിലകൻ അഭിനയിക്കരുതെന്ന് പറയുന്നു, അന്ന് നിർത്താൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു നടന് തൊഴിലാണ് അവൻ അഭിനയിക്കുക എന്ന് പറയുന്നത്, പക്ഷെ കലയും കൂടാണ്, വെറും തൊഴിലല്ല. കല നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അതില്ലാതൊരു സമൂഹം ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല. അതില്ലാതെ വരുന്നതിന്റെ കുഴപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ബോംബ് പൊട്ടുന്നു, നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഇതെല്ലാം ഈ സിനിമ വരെ വഴിതെറ്റിയതിന്റെ ലക്ഷണമാണ്. എങ്ങനെ കൊല്ലണം, എങ്ങനെ സംഘടിക്കണം എന്നൊക്കെ സിനിമയിലൂടെ പഠിക്കാം. ഇവര് എനിക്ക് പകരം വേറെ ആളുടെ അടുത്ത് പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി, അത് നിർത്തിവെച്ചിട്ട് എന്നെ വിളിക്കണവര്. എനിക്ക് പകരം എടുത്തത് എന്റെ ഒരു സുഹൃത്തിന്റെ മകനാണ്, എന്റെ ഒരു വലിയ സുഹൃത്തിന്റെ മകനാണ്. ആ മകനും എന്റെ സുഹൃത്താണ്, ഞാൻ അംഗീകരിക്കുന്ന നടനുമാണ്. പക്ഷെ അദ്ദേഹം പിന്മാറേണ്ടിയിരുന്നു. പണ്ട് സുകുമാരനെ ഇതുപോലെ അമ്മ വിലക്കിയപ്പോ എനിക്ക് ഒരു ചാൻസ് വന്നു, സുകുമാരൻ അഭിനയിക്കേണ്ടതാണ്. ഷൂട്ടിംഗ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പൊ വിളിച്ചത്? അത് എന്റെ പൊന്നു ചേട്ടാ ഒന്നും പറയരുതേ, ഞങ്ങൾ സുകുമാരൻ സാറിനെ ബുക്ക് ചെയ്താണ്, അദ്ദേഹത്തെ വിലക്കിയിരിക്കുക. ഞാൻ അവിടെ ചോദിച്ചു, പറഞ്ഞു ഞങ്ങളാരും വിലക്കിയില്ല, പക്ഷെ ഇവിടെ വിലക്കിയിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് പകരം ഞാൻ അഭിനയിക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ട് ഞാൻ പറഞ്ഞു, സുകുമാരനെ ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ, അത് കഴിഞ്ഞ് പറയാമെന്ന്. ഞാൻ സുകുമാരനെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചേട്ടൻ അഭിനയിച്ചു, ചേട്ടൻ ഇത് വിളിച്ചു ചോദിക്കാനുള്ള മനസ്സുണ്ടായല്ലോ എന്നാ. സുകുമാരന്റെ ഭാര്യ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവർക്കറിയാതെ, ചോദിച്ചു നോക്കാം. വിനയന്റെ പടത്തിൽ അഭിനയിച്ച ഒരു സുധീറുണ്ട്, ഒരു പുതിയ നടനാണ്, വളർന്നു വരാൻ ആഗ്രഹമുള്ളൊരു നടനാണ്. 30 ദിവസം വാങ്ങിയ അയാളുടെ ഈ ക്രിസ്ത്യൻ പ്രദേശത്തിലേക്ക് ജോഷി ഒരിക്കൽ അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. ജോഷി എന്ന് പറയുന്നത് ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിത്രം പോലും പിഴച്ചു പോയിട്ടില്ല, ഒരു ഷോട്ട് പോലും പിഴച്ചു പോയിട്ടില്ല. അത്രമാത്രം ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം ഇയാളോട് ചോദിച്ചു, നീ വിനയന്റെ പടത്തിലുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഉണ്ട് സർ. പ്രശ്നമായല്ലോടാ. ജോഷി പറഞ്ഞാണ്. ജോഷി ആരെ ഭയപ്പെടുന്നു? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സംവിധായകനോട് ഭയപ്പെടണോ ആരെങ്കിലും? ഒരു കലാകാരനാണ് സംവിധായകൻ. കലാകാരന് സ്വാതന്ത്ര്യം വേണം, മാനസികമായ സ്വാതന്ത്ര്യവും അല്ലാത്ത സ്വാതന്ത്ര്യവും വേണം. ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞ സ്വാതന്ത്ര്യം വേണം. ആരെങ്കിലും ഭയപ്പെട്ടൊരു പടം ചെയ്യാൻ ഒക്കില്ല. പടം ചെയ്യുന്നവൻ ഭയപ്പെടാതെ ചെയ്യണം. ആ ജോഷിയാണ് ചോദിച്ചത്, നീ വിനയന്റെ പടത്തിൽ അഭിനയിച്ചൂടാ? പ്രശ്നമായല്ലോ. ഉണ്ണികൃഷ്ണൻ
തിലകനെ കട്ട് ചെയ്തു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്, ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന തിലകനെ കട്ട് ചെയ്തു, പിന്നെയാണോടാ നീ ചുറ്റുപാട് നടക്കുന്നതൊന്നും നീ അറിയുന്നില്ലടാ എന്ന്. ഞങ്ങളിതൊക്കെ തീരുമാനിച്ചിരിക്കുക. ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അറിഞ്ഞതാണ്, പറഞ്ഞോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇനി ജനറൽ സെക്രട്ടറി എന്റെ മെക്കെട്ട് കയറാൻ വരരുത്. വന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും നോക്കും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശാരീരികമായി നേരിടുമെന്ന്. അത് എനിക്കും അറിയാം, ശാരീരികമായി നേരിടാൻ. അത് സംസ്കാര ശൂന്യതയായതുകൊണ്ട് ഞാൻ പറയാം, എന്റെ മെക്കെട്ട് കയറരുത്. ഇന്ദ്രൻസ് എന്ന് പറയുന്നൊരു നടനുണ്ട്. അദ്ദേഹം ഒരു നല്ല കോസ്റ്റ്യൂമറായിരുന്നു പണ്ട്. എനിക്ക് ഷൂസ് ഇട്ട് തന്നിട്ടുണ്ട്, എനിക്ക് പാന്റ് ഇട്ട് തന്നിട്ടുണ്ട്. എന്റെ മുമ്പിൽ ഇപ്പോഴും ഇരിക്കില്ല. ഞാൻ പറഞ്ഞിരുത്ത്, അവിടെ ഇരി, നീ ഇപ്പോ ഒരു നടനാണ്. ഇന്ദ്രൻസിനോട് ചോദിക്കാം, അദ്ദേഹം പറയുന്നത്. ആ ഇന്ദ്രൻസ് അണ്ണാറക്കണ്ണൻ തന്നാല എന്നുള്ള പടത്തിൽ ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 2 സീൻ. അന്ന് അവിടെ വന്ന് കരയുന്നത് ഞാൻ കണ്ടു. എന്തിനാണ് അയാൾ കരയുന്നത് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് എന്തിനാ കരഞ്ഞത് അവിടെ വെച്ച്. ഞാൻ കരഞ്ഞില്ല സാറ്. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടല്ലോ നീ കരയുന്നത്. അത് ചില മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായതാ സാറേ, കരയാച്ചിൽ വന്നുപോയി. എന്താണ്, ഞാനൊരു 25,000 രൂപ ഞാൻ ഈ വിനയന്റെ അഡ്വാൻസ് മേടിച്ചതാണ്. അന്നേരം അവിടുന്ന് ഇവിടുന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, അഭിനയിക്കരുത്, പോയി അഭിനയിച്ചാൽ കുഴപ്പമാണ്, നിന്നെ ഉപരോധിക്കും മറ്റാ മരിച്ചെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ജീവിക്കേണ്ട ചേട്ടാ, ഞാൻ വളരെ താഴെ നിന്ന് വളർന്നു വരുന്നവനാണ്. അതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാരോട് എനിക്ക് നീതികേട് കാണിക്കേണ്ടി വരുന്നല്ലോ എന്ന് വിചാരിച്ചാൽ കരഞ്ഞാണ്. ഇന്ദ്രൻസ് വളരെ കറക്റ്റാ പറഞ്ഞത്. അങ്ങനെ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ പറയുന്നത് വളരെ സത്യസന്ധമായ നിലപാടുകളാണ്. അല്ലാതെ ഒരു അസ്തിത്വം പണയം വെച്ചുകൊണ്ടുള്ള നിലപാടുകളല്ല തിലകൻ എടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ തിലകന്റെ ഓരോ വാക്കിലും വളരെ വ്യക്തമാണ്. കാരണം മെഗാസ്റ്റാറിന്റെ സ്ഥാനത്ത് നിൽക്കണം. ശരിക്കും യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം സിറ്റുവേഷനിൽ ഇതിനുശേഷം ഈ 2009 കാലഘട്ടത്തിന് ശേഷം ഒരുപാട് സംഭവങ്ങൾ നടമാടിയിട്ടുണ്ട്. അതായത് സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ആധിപത്യം അതൊരു വലിയ വിഷയം തന്നെയായിരുന്നു. പിന്നീട് ഈ സിനിമയിലുണ്ടായ ഒട്ടനവധി നടിമാർക്കുണ്ടായിട്ടുണ്ടായിരുന്ന ഇത്തരം അബ്യൂസിംഗ് ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. 2017 കാലഘട്ടത്തിൽ ഒരു പ്രമുഖ നടിക്ക് ഈ ഒരു അനുഭവം സംഭവിച്ചപ്പോഴാണ് ദിലീപുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതും പിന്നീട് ഇത്തരം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയതൊക്കെ. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇതിനൊക്കെ പ്രതികരിച്ചും വളരെ ശക്തമായ നിലപാടുകൾ ഈ ഒരു 2017 കാലഘട്ടം എത്തുന്നതിന് മുന്നേ തന്നെ തിലകന്റെ ശക്തമായ നിലപാടുകൾ വളരെ വ്യക്തമായിരുന്നു. പലപ്പോഴും ഒരു മൃദു നിലപാടും പലപ്പോഴും ഈ 15 അംഗ ടീമിലുള്ളവർ ആണോ എന്ന് പോലും നമ്മൾ ഇത് സംശയിച്ചു പോകും. അതല്ലെങ്കിൽ ഈ 15 അംഗ ടീമിലുള്ള ആളുകളെ പലപ്പോഴും സിനിമയിലുള്ള ഓരോ വ്യക്തികളും ഭയപ്പെട്ടിരുന്നതെന്നുള്ളതിന് മറ്റൊരു കൂടുതൽ തെളിവുകൾ നമുക്ക് അറിയാൻ കഴിയും. അത് സംബന്ധിച്ചിട്ട് മമ്മൂട്ടി, കാരണം മമ്മൂട്ടിയെ കുറിച്ചും തിലകന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മമ്മൂട്ടിയുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് നോക്കാം. കാരണം എല്ലാം പഴയ സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പൊ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഇത് ഉരുത്തിരിഞ്ഞു വരുമ്പോഴും ഇതും ഗവൺമെന്റും തമ്മിലൊക്കെ എങ്ങനെ ഇടചേർന്ന് നിൽക്കുന്നു എന്നുകൂടെയുള്ള വളരെ വ്യക്തമായ അന്വേഷണങ്ങളാണ്. ഏതായാലും അതുകൂടെ നോക്കാം. ില്ലെന്നും മമ്മൂട്ടി വ്യക്തമാക്കി. 1-ാം തീയതി അദ്ദേഹത്തിന് വരാൻ സൗകര്യമില്ലെന്ന് രേഖാമൂലം അദ്ദേഹം സംഘടന അറിയിച്ചാൽ, സംഘടന വേണമെങ്കിൽ വേറൊരു ദിവസം അദ്ദേഹത്തിന് സമയമുള്ള ദിവസം അറിയിച്ചാൽ അത് മാറ്റിക്കൊടുക്കും. അതല്ലാതെ മറ്റൊരാളെ, മൂന്നാമതൊരാളെ മധ്യസ്ഥം വഹിക്കാൻ സംഘടന തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ സംഘടനയ്ക്ക് യാതൊരു ഉദ്ദേശവുമില്ല. ഇനി അങ്ങനെ സംഘടന എന്നോട് പോകണമെന്ന് പറഞ്ഞാൽ പോലും അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. മധ്യസ്ഥത വഹിക്കണം എന്നുള്ള പുതിയ തന്ത്രം എന്നെയും സംഘടനയും വേറിട്ട് നിർത്തിയും, അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക. സംഘടനയുടെ അച്ചടക്ക സമിതിക്ക് മുന്നിൽ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സംഘടന കേൾക്കുകയുള്ളൂ. മമ്മൂട്ടി അമ്മയുടെ വക്താവായി വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നേരത്തെ തിലകൻ വ്യക്തമാക്കിയിരുന്നു. മമ്മൂട്ടിക്ക് കൂടി സൗകര്യപ്രദമായ ഒരു ഡേറ്റിൽ ഞാനും മമ്മൂട്ടിയും തയ്യാറാകുന്ന ഒരു സ്ഥലത്ത്, ഞാൻ ഇരിക്കേണ്ടത് വണ്ണം നിർബന്ധമൊന്നുമില്ല, ആ സ്ഥലത്ത് ഞാൻ ചെല്ലാൻ തയ്യാറാകും. പക്ഷേ മമ്മൂട്ടി അമ്മയുടെ വക്താവായിട്ട് വരണം. മോഹൻലാലിന്റെ സഹോദരന്റെ പേരിൽ ഉയർന്ന വിവാദത്തിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞ മമ്മൂട്ടി
തന്റെ പ്രശ്നത്തിൽ ദുഃഖിച്ച് കണ്ടില്ല. മമ്മൂട്ടി അഭിനയിക്കുകയായിരുന്നു എന്നാണ് തന്റെ തോന്നലെന്നും തിലകൻ പറഞ്ഞു. ഷൂട്ടിംഗിലായതുകൊണ്ട് 1-ാം തീയതി ഹാജരാകാൻ കഴിയില്ലെന്ന് അസൌകര്യം അറിയിച്ച് അമ്മയ്ക്ക് മറുപടി കത്ത്. മമ്മൂട്ടി തിലകനുമായിട്ട് ഒരിക്കലും ഒത്തുപോകുന്ന നിലപാടുകളല്ല ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ ഈ പവർ ടീമിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ പവർ ടീമുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ്. യഥാർത്ഥത്തിൽ ഈ പവർ ടീമിൽ ഉള്ള വിഷയങ്ങൾ, ഈ പവർ ടീമാണ് സിനിമ ഭരിക്കുന്നത് എങ്കിലും ഈ പവർ ടീം ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും മറികടക്കാനുള്ള ഒരു സാഹചര്യം, അതും ഒരു ഗവൺമെന്റിന്റെ സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ചാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളതും ഈ ഹേമ കമ്മിറ്റി ഇത്രയും കാലം ഇതൊക്കെ മറച്ചുവെച്ച അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോയതും. പക്ഷേ ഇപ്പോഴും പലരും, കാരണം ഇന്ദ്രൻസിനെ കുറിച്ച് അതായത് തിലകന് പറയുന്നുണ്ട്, ഇന്ദ്രൻസും ആ ഒരു മനുഷ്യന്റെ സാഹചര്യങ്ങൾ, ആ മനുഷ്യന് ഭയപ്പെട്ടതും കരഞ്ഞതൊക്കെ, ഇന്ദ്രൻസിന് ഇതേ വിഷയത്തിൽ ഈ ദിലീപുമായിട്ടുണ്ടായിരുന്ന വിഷയം, അതായത് നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നിർമ്മിക്കുന്നത് ഈ അതിനുള്ള ഉത്തരവൊക്കെ ഇടുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. പക്ഷേ ഇത്രയൊക്കെ വിഷയം ഈ മലയാള സിനിമയിൽ നടമാടുമ്പോഴും പലരെയും ഭയപ്പെടുത്തി നിർത്തുന്നുണ്ട് എന്നുള്ളതിന് തെളിവുകളായിട്ട് നമുക്ക് ഇനി ഇന്ദ്രൻസ് ഈ ഒരു ദിലീപുമായിട്ടുണ്ടായിരുന്ന ആ ഒരു വിഷയം, പ്രമുഖ നടിയുമായിട്ടുള്ള വിഷയത്തിൽ എന്താണ് ഇന്ദ്രൻസ് പറയുന്നത് നമ്മൾ കേൾക്കാം. എന്നിട്ട് നമുക്ക് നിലപാടിലേക്ക് വരാം. വ്യക്തിപരമായിട്ട് ദിലീപ് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എനിക്കറിയാവുന്ന ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞാൽ പോലും അതിശയമായിട്ട് തോന്നും. എനിക്ക് രണ്ടുപേരെ അറിയാം. അതിന് കുഞ്ഞു മുതലേ അറിയാം. ആളുടെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സുഹൃത്തുക്കളാണ്. നല്ല മോളെപ്പോലെ തന്നെ. നമുക്കിതൊക്കെ സങ്കടമുള്ള കാര്യമാണ്. പക്ഷെ അതിന് എവിടെയാ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ കാത്തിരിക്കാം. നിയമം എന്താണ് ശക്തമായിട്ട് പോകുന്നത് നമുക്ക് നോക്കാമെന്നതിനപ്പുറം ദുഃഖമേ ഉള്ളൂ. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു തരത്തിൽ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, അപകടമാണെന്ന് അറിയാവുന്നതുകൊണ്ടും വേണ്ടിയിട്ടില്ല. എന്തു പറഞ്ഞാലും അപകടമാവുള്ളൂ. നമ്മളെ ഒരു പക്ഷത്താക്കി കളയും. അതാ ഇന്ദ്രൻസ് യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ട്. ഇന്ദ്രൻസ് പോലെ ഒരുപാട്, അതായത് മുൻപേ മറ്റുള്ള ഒരുപാട് നടന്മാരെ, അതായത് തിലകൻ പറഞ്ഞതുപോലെ തിലകൻ എന്ന് പറയുന്ന ആ ഒരു നല്ല കഥാപാത്രം, കാരണം അത്രയും പക്വതയുള്ള കഥാപാത്രം എന്ന് തന്നെ വേണം എന്നുണ്ടെങ്കിൽ തിലകനെ പറയാം. തിലകന് പോലും ഇതിനെ പ്രതികരിച്ചത് എന്തുകൊണ്ടായിരുന്നു? തിലകന് പോലും കാണാൻ കഴിയാത്ത കാഴ്ചകളായിരുന്നു മലയാള സിനിമയിൽ ഉണ്ടായിരുന്നതും. ഇത്തരം സാഹചര്യങ്ങളൊന്നും ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളില്ലാതെ 15 അംഗ ടീമിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രമാണ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലയാള സിനിമ കൊണ്ടുപോയിരുന്നത്. ഒരു ഏകാധിപത്യ വാഴ്ച, തമ്പ്രാൻ വാഴ്ച തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ദ്രൻസിന് പോലും ഇത്തരം ഒരു നിലപാടെടുക്കുകയാണ്. ഇന്ദ്രൻസ് മാത്രമല്ല, ഇവിടെ നമ്മൾ തിലകൻ സാർ പറഞ്ഞ പോലെ തന്നെ പലരെയും സിനിമയിൽ നിന്ന് മാറ്റിമറിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിറകിലൊക്കെ യഥാർത്ഥത്തിൽ ഈ 15 അംഗ ടീമിൻ്റെ ശക്തമായ ഇടപെടലുകളാണ്. അതും ഈ ഒരു അവസരത്തിൽ ഇത് എത്രമാത്രം നമ്മളെ ഗവൺമെന്റുമായി കണക്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടെ ഉള്ള തെളിയിക്കലൂടെയാണ് ഞാൻ ഇനി വരാൻ പോകുന്നത്. ഏതായാലും നമുക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് വിനയൻ ഈ അവസാനത്തിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ്. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ, തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്, ആ സംവിധായകൻ തിലകൻ ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു. തിലകൻ ചേട്ടൻ്റെ എന്തോ ശുണ്ഠി കണ്ടായിരിക്കാം, പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു. എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മുടെ സാധിക്കാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ. ഞാൻ വിളിച്ചു പറഞ്ഞു, തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു. ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുണ്ഠി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ആ സംവിധായകൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ. അദ്ദേഹം ഇന്ന് വലിയ സംഘടനയുടെയൊക്കെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത്. 2 വർഷം തികയുന്നതിന് മുമ്പ് തകർത്തത്. ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത്. തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട്
പുറത്തു വിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു. കാരണം അതിനകത്തെ 15 അംഗ പവർ ഗ്രൂപ്പാണ് അതിൻ്റെ കാരണം. ഞാനൊരു കാര്യം പറയുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ 15 അംഗ പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. സാർ എന്നാ പറയാൻ പാടില്ല, ഒരിക്കലും പറയത്തില്ല. അതിനൊരു കാര്യമില്ല, ചുമ്മാ പറയാന്ന് പറയത്തില്ല. പേരുകൾ പറയും, ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ പറയാവുള്ളൂ. സാറിന് അറിയാവുന്ന പേരുകൾ പറയും. നിങ്ങൾക്കും അറിയാം. അപ്പൊ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്കറിയില്ല, സാറിന് അറിയാവുന്നത്ര അറിയില്ല, അതുകൊണ്ടാണ് ആ പേരുകൾ ഞാൻ പറയുന്നില്ല. താങ്കൾ പറഞ്ഞു മന്ത്രി അടക്കമുണ്ടെന്ന് പറഞ്ഞു. അല്ല, അന്ന് അത് നിങ്ങൾക്കറിയാം. ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. അതായത് ഈ പറയുന്ന സരോവരത്തിൽ 2008 ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഒരു സംഘടന മതി മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളത്, കേന്ദ്രമന്ത്രിയാണോ അല്ലെങ്കിൽ മന്ത്രി എന്നേ പറയുന്നുള്ളൂ, സംസ്ഥാന മന്ത്രിയായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പാണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട്, ഞാൻ ഇവിടുത്തെ സർക്കാർ ഉൾപ്പെടെ എനിക്കെതിരെ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി വരുന്ന വിനയന്റെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഇന്നത്തെ നിലവിൽ കറണ്ട് സിറ്റുവേഷനിൽ നമ്മളെ കേരളത്തിൽ ഭരിക്കുന്ന മന്ത്രിമാരുടെ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കണം. വിനയം പറഞ്ഞ പോലെയാണെങ്കിൽ ഒന്ന് ഗണേഷ് കുമാർ നമ്മളൊരു മന്ത്രിയാണ്, അതേസമയം മുകേഷ് നമ്മളെ ഒരു മന്ത്രിയാണ്, ഗണേഷ് കുമാറും നമ്മളെ മന്ത്രിയാണ്. പക്ഷേ അന്ന് ആ സമയത്ത് ഈ ഒരു വിഷയത്തിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ഥാപിക്കുന്നത്, ആ ഒരു റിപ്പോർട്ടുമായി ഒക്കെ ബന്ധപ്പെടുന്ന സമയത്തിന് മുന്നേ ആ നടിയെ എതിരെ ഉണ്ടായ ഒരു വിഷയം നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ആ ഒരു സമയത്ത് ഈ ഒരു ഇതുമായിട്ട് ഗവൺമെന്റിന്റെ ഒരു നിലപാട്, കാരണം പ്രത്യേകിച്ച് CPM-ന്റെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു വിഷയം കൂടെ നമുക്കിവിടെ കാണാം. കാരണം ഇതിൽ നിന്ന് പച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗവൺമെന്റ് ഇത്തരം പാവപ്പെട്ട മനുഷ്യരുടെ പണം ഉപയോഗിച്ച് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് സിനിമയിൽ അവസരം ലഭിക്കുകയും നാളെ നമ്മുടെ നാടിനെ തന്നെ മുൻപിൽ നിന്ന് നയിക്കേണ്ട സിനിമകൾ സൃഷ്ടിക്കപ്പെടുകയൊക്കെ വേണ്ട സാഹചര്യം, നമ്മളെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ പോലും ഇല്ലാതെയാക്കുന്ന സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ തിലകം പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ കാണും. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം CPM-ന്റെ നിലപാടുകൾ എങ്ങനെയായിരുന്നു നോക്കാം. ഈ CPM അന്ന് അതേ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്നവരും അത് സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ആ ഒരു മൃദു നിലപാട്. അമ്മയിലെ നിലപാടിന്റെ പേരിൽ ഇടത് MLA-മാരെ CPM തള്ളിപ്പറയില്ല. മുകേഷിനോട് വിശദീകരണം തേടേണ്ടെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. MLA-മാർക്കെതിരായ ആക്രമണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് വിലയിരുത്തൽ. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, പാർട്ടി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇടത് MLA-മാരെ പാർട്ടി തള്ളിപ്പറയില്ല, സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നല്ലേ CPM-ന്റെ തീരുമാനം? പാർവതി, ഈ വിഷയത്തിൽ ഇരയ്ക്കൊപ്പമാണ് CPM-ന്റെ നിലപാടെങ്കിലും ഈ വിഷയത്തിൽ MLA-മാരായ മുകേഷിനെയും ഒപ്പം തന്നെ ഗണേഷിനെയും തള്ളിപ്പറയേണ്ട, ഒപ്പം തന്നെ ഇന്നസെന്റ് MPയെയും തള്ളിപ്പറയേണ്ട നിലപാടാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത്. ഇന്നലെ ഒക്കെ തന്നെ CPM-ന്റെ നേതാക്കൾ അമ്മയെടുത്ത തീരുമാനം അത് ഉചിതമായില്ല എന്ന് പറയുമ്പോൾ അത് CPM-ന്റെ MLA-മാരുടെ നിലപാട് വ്യക്തമാക്കണമെന്നുള്ള ഒരു ആവശ്യം വൃന്ദാക്കാരാട്ടിന്റെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉയർന്നിരുന്നു. പക്ഷേ MLA-മാർ ആ വിഷയത്തിൽ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതായിരുന്നു സംഭവം. കാരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മറച്ചുവെക്കല് നടന്നിട്ടുണ്ട് അന്നും. അതേസമയം ഏകദേശം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ക്ലിപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇന്നേ സമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MK മുനീർ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. MK മുനീർ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റുമായി ഇനി നമ്മൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് അതും ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായി നമ്മൾ കണക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏതായാലും ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ചർച്ചയാകുമ്പോൾ തന്നെ അതിൽ സർക്കാർ എന്ത് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതും ചർച്ചയാവുകയാണ്. 4 വർഷം മുമ്പ് ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ച ഡോക്ടർ MK മുനീർ നമ്മോടൊപ്പം ചേരുകയാണ്. നിലവിലെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് റിപ്പോർട്ട് കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, ഇനിയും വായിക്കണം എന്നുള്ളതാണ്. നേരത്തെ സാംസ്കാരിക മന്ത്രിയും അത് വെളിപ്പെടുത്താനാവില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നില്ല. എന്താണ് ശരിക്കും ആദ്യം മുതൽ നടക്കുന്നത്? അല്ല, എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതാണ്. ഞാൻ 2020
ഫെബ്രുവരിയിലാണ് ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി 2019 തന്നെ ഡിസംബറിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ് മുന്നിലെത്തിയിട്ടുണ്ട്, ഉടനെ പിന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ്, പുറത്ത് ഇറക്കുന്നതാണ്. അപ്പോൾ അതിലെ പ്രസക്ത ഭാഗങ്ങൾ അനുബന്ധമായി ചേർക്കുന്നു. ഉടനെ തന്നെ ഇത് നടപ്പിലാക്കും എന്നും അതിൽ പറയുന്നുണ്ട്. അത് 2020 ആ മറുപടി. 21, 22, 23, 24, അപ്പം 5 വർഷം ഇത് കോൾഡ് സ്റ്റോറേജിൽ നിന്നു. ഇപ്പോൾ പുതിയ മന്ത്രി പറയുന്നത് അദ്ദേഹത്തിന് വേറെ പരാതികളൊന്നും കിട്ടിയില്ല. ഇത് എനിക്ക് വായിച്ചു നോക്കണം. ഈ ഗവൺമെൻറ് വന്നിട്ട് 3 വർഷമായി. എൻ്റെ ഓഫീസിലുള്ള ഈ 200 ചില്ലാനും പേജുള്ള ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് അദ്ദേഹം വായിച്ചില്ല? അദ്ദേഹത്തിന് പിന്നീട് പരാതി കിട്ടിയില്ല എന്ന് പറയാനുള്ള കാരണം, ഇതിൽ പരാതി പറയേണ്ടവരൊക്കെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി പോയി മൊഴി കൊടുത്തവരാണ്. അവരെന്തിനാ പിന്നെ പരാതി കൊടുക്കേണ്ട ആവശ്യം? അത് നടപ്പിലാക്കാൻ തയ്യാറാവാത്തത് ശരിക്കും ഒരു എനിക്ക് തോന്നുന്നു സത്യപ്രതിജ്ഞാ ലംഘനമാണത്. അതിൽ തന്നെ താങ്കൾക്ക് ലഭിച്ച നിയമസഭാ രേഖയിൽ തന്നെ പറയുന്നു ലൈംഗിക അതിക്രമങ്ങൾ തടയണമെന്ന കാര്യം ശുപാർശയായിട്ട് പറയുന്നുണ്ട്. അതിൽ പോലും നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തുടരുന്നു എന്നാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ ടോയ്ലറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ലൈംഗിക വിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം നിയമസഭയിൽ തുറന്ന് AK ബാലൻ പറഞ്ഞിട്ട് പിന്നെയും എന്തിനാണ് ഒരു 5 വർഷം ഇതേ ലൈംഗികാതിക്രമങ്ങളും ഇതേ വിവേചനവും തുടരാൻ ഗവൺമെൻറ് അനുവദിച്ചത്? അതിനുശേഷം നടന്നിട്ടുള്ള എല്ലാ അതിക്രമങ്ങൾക്കും ഉത്തരവാദി അദ്ദേഹമാണ്. പ്രതിപക്ഷം ഏറ്റവും അവസാനം ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ. അപ്പോൾ ഗവൺമെൻറ് അത്തരത്തിലുള്ള കൾപ്രിറ്റ്സിനെ കണ്ടെത്തി അർഹമായ ശിക്ഷ കൊടുക്കണ്ടേ? അപ്പം ഇതിനെ ശുചീകരിക്കണ്ടേ? അത് ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതായത് MK മുനീർ പറയുന്നത് വളരെ വ്യക്തമാണ്. അന്ന് മുതൽക്ക് ഗവൺമെന്റിന്റെ മേശയിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് അത് പരിഗണിച്ചില്ല. അതായത് അന്നും ഈ CPM-ന്റെ ഭരണം തന്നെയായിരുന്നു. അവർ അത് പരിഗണിച്ചില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഒരു മറ്റൊരു വിധത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അന്നും ഈ ഒരു ഭരണത്തിലുണ്ടായിരുന്ന, അതായത് ഭരിച്ചിരുന്നവരിലെ സിനിമാ നടന്മാരായിട്ടുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സിനിമയിൽ നിന്നും ഒരു പെട്ടെന്നൊരു നിമിഷത്തില് ഇത്തരം നമ്മുടെ ഗണേഷ് കുമാറും അതേപോലെ മുകേഷൊക്കെ പോലത്തവര് സിനിമയിൽ നിന്നും മന്ത്രിസഭയിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കാരണം പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ്. എന്തുകൊണ്ടായിരിക്കും? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളാണ്. കാരണം നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഗവൺമെന്റും നമ്മുടെ CPM ഒക്കെ നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട്, ഗവൺമെന്റ് സാധാരണക്കാരന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ സിനിമയിൽ നിന്നും ഉള്ള മലയാള സിനിമയിൽ നിന്നും മന്ത്രിസഭയിലേക്ക് ഇവരൊക്കെ വരുന്നത് ഇത്തരം പല കാര്യങ്ങളും മറച്ചു വെക്കാൻ തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ഓരോ വശങ്ങളിൽ നിന്നും കാണുമ്പോൾ ആ പഴയ വീഡിയോസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഇത്തരത്തിലുള്ള ഈ ഒരു പവർ ടീമിനെ തന്നെ ഇപ്പോഴും നമ്മളെ മനസ്സിൽ കാണണം. ആരൊക്കെ ആയിരിക്കും ആ പവർ ടീം എന്ന് പ്രേക്ഷകർക്ക് വിട്ടുതരികയാണ്. പ്രേക്ഷകര് ഈ ഓരോ സമയത്തും ഇതിന്റെ ജേണിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. മാധ്യമങ്ങൾ, നിങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ ഞങ്ങളെ ക്ഷണിക്കാറുണ്ട്, ഞങ്ങൾ ചർച്ചയ്ക്ക് വരാമെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വേണ്ട, പോട്ടെ, സാരമില്ല, അദ്ദേഹത്തിന്റെ പ്രായത്തെ മാനിച്ച് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തെക്കാൾ പ്രായവും സീനിയറിറ്റുള്ള മധുസാർ ഇന്നിവിടെ ജീവിക്കുന്നുണ്ട് മലയാള സിനിമയിൽ. അമ്മയിലെ ഏറ്റവും നല്ല അംഗമാണ് മധുസാർ. അദ്ദേഹത്തിന്റെ സംസാരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രകടമാക്കുന്ന അന്തസ്സും ആഭിജാത്യവും എല്ലാ ജനറൽ ബോഡിക്ക് വന്ന് അദ്ദേഹം ഫ്രണ്ടിൽ ഇരുന്ന് അതിൽ പങ്കെടുത്തു പോകുന്ന അന്തസ്സും ആഭിജാത്യം കുറെ പോലെ അദ്ദേഹം കിട്ടുന്ന സീറ്റിൽ അന്തസ്സും ആഭിജാത്യം പുലർത്തുന്ന അദ്ദേഹത്തെ പോലുള്ള മഹാനടന്മാർ അമ്മയിലുണ്ട്. അവരെയും ചേർത്തിട്ടാണ് അവരെ അപമാനിക്കുന്നത്, അവരെയും ചേർത്തിട്ടാണ്. മധുസാറിനെ പോലെ എല്ലാ രംഗത്തും കഴിവ് തെളിയിച്ച മഹാനടന്മാർ ഉണ്ട് അമ്മയിൽ. നമ്മള് കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തില് ഞാൻ ആദ്യം നമ്മൾ ഇന്ദ്രൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ.
ഇന്ദ്രൻസിനെ പേടിപ്പിച്ച് നിർത്തിയതുപോലെ തന്നെ യഥാർത്ഥത്തിൽ മധുവിനെയും ഇത്തരം എല്ലാ സിനിമയിലെ പല വ്യക്തികളെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയും അവർക്ക് വഴങ്ങാത്ത ഈ 15-അംഗ ടീമിന് വഴങ്ങാത്തവരെ ഇവർ വഴക്കി നിർത്തുന്ന ഒരു പതിവ് തന്നെയായിരുന്നു ഇവരിൽ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമീപനം തന്നെയാണ് ഇവിടെ എവിടെയും ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം ഈ 15-അംഗ ടീമിലുള്ള അവരുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഇത്രമാത്രം ബലപ്പെടുത്തിക്കൊണ്ട് നിർത്തിയിട്ട് അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് ഇപ്പോഴും നമ്മുടെ ഗവൺമെന്റിന് നട്ടല്ലില്ല ആ പേരുകൾ പുറത്തുവിടാൻ എന്നുള്ള സത്യമായ കാര്യമാണ്. ഇനി നമ്മൾ പ്രേക്ഷകർക്ക് തന്നെ ഞാൻ വിട്ടുതരികയാണ് ആരൊക്കെയായിരിക്കും ഈ ഒരു പവർ ടീമിലുള്ളത്. ഇനി പ്രേക്ഷകർക്ക് ഓരോ നിമിഷത്തിലും ഇത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത്രമാത്രം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പവർ ടീമിലുള്ളത് ആരായിരിക്കും, ഇനി ആ വെളിപ്പെടുത്തലുകൾ നടക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. കാരണം നമ്മുടെ ഒരു മന്ത്രിസഭ പോലും ഇത്തരത്തിൽ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ സ്വാധീനം എത്രമാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. കാരണം ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതിന് കാരണം പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇത്രയുമൊക്കെ വലിയ പണം ചെലവാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ഇത്രയും കാരണം ഇനിയും ഇത് ആവർത്തിക്കപ്പെടും. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള വ്യക്തികൾ പുറത്തു വരണം. ഏതായാലും തിലകൻ ചേട്ടൻ്റെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആദ്യം തിലകൻ ചേട്ടൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ തിലകൻ ചേട്ടൻ ഏറ്റവും പരിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു യഥാർത്ഥത്തിൽ. ഇവിടെയൊക്കെ അദ്ദേഹത്തിന് വഴങ്ങാത്തവരെ അദ്ദേഹത്തെ പോലുള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഈ ഒരു 15-അംഗ ടീമിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു യഥാർത്ഥത്തിൽ തിലകന്റെ മകനൊക്കെ എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം അദ്ദേഹം ഒരു സത്യസന്ധനായ മനുഷ്യനായിരുന്നു. ഏതായാലും സംവിധായകനും നാടക സംവിധായകനൊക്കെ ആയിരുന്ന രാധാകൃഷ്ണൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. തിലകൻ ആരായിരുന്നു, തിലകൻ ചേട്ടനെ കുറിച്ച്, തിലകൻ ചേട്ടന്റെ ചെയ്തികളും തിലകൻ ചേട്ടന്റെ ആ ഒരു സാഹചര്യത്തിൽ തിലകൻ ചേട്ടനെ എങ്ങനെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് ഒരാളോടും മാനുഷികമായിട്ട് ഒരു വെറുപ്പില്ലായിരുന്നു, പക്ഷേ നിലപാടുകളോടായിരുന്നു. കാരണം വരും തലമുറ സിനിമ എന്ന് പറയുന്ന ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു സാഹചര്യമാണ്. അത് ഇല്ലാതെയാവുന്ന ഒരു സാഹചര്യം ഇത്തരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ വന്നിട്ട് ശരിക്ക് ഇതിനെ യഥാർത്ഥത്തിൽ അംഗീകരിക്കേണ്ടതിന്. കാരണം തിലകൻ പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളും കാരണം സുകുമാരനൊക്കെ അന്ന് അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് മുതൽക്കേ ഈ മലയാള സിനിമയിൽ ഇത്തരം ഏകാധിപത്യവും തമ്പ്രാൻ വാഴ്ചയും ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഈ രാധാകൃഷ്ണന്റെ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ആഗ്രഹം കുറ്റം പറഞ്ഞതല്ലേ, നടക്കത്തില്ല. എന്തുകൊണ്ടായിരുന്നു ഗണേഷ് കുമാറിന് ഉൾപ്പെടെ ഇത്ര ദേഷ്യം തിലകനോട്? അത് ഗണേഷ് കുമാർ മാത്രമല്ല, അവിടുത്തെ ചില ഉപജാപ സംഘങ്ങളുണ്ട്. ചിലവരെ ചേട്ടൻ തന്നെ പച്ചയായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മാഫിയ. ഇപ്പോഴല്ലേ അതിൻ്റെ മാഫിയയുടെ ഞാനുൾപ്പെടെ ഒരു ആബാദിൽ നടന്നൊരു ചർച്ചയ്ക്ക് പോയതാണ്. ചേട്ടനെയും കൊണ്ട് ഞാനാണ് പോയത്. അന്ന് ഇവരൊറ്റ കാര്യം പറഞ്ഞു, ചേട്ടൻ ആ മാഫിയ എന്ന് പറഞ്ഞത് പിൻവലിക്കണം. അങ്ങേര് പറഞ്ഞു മാഫിയ ഉണ്ട് മലയാള അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലും ഫെഫ്കായിലും മാഫിയ പ്രവർത്തിക്കുന്നു, അതെനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പിൻവലിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ശക്തമായി അങ്ങനെ അതിൽ ഉറച്ചു നിന്നു. അതിൻ്റെയൊക്കെ പിന്നിൽ ഇവരൊക്കെ തന്നെ. പിന്നീട് നിങ്ങൾ നാടക ട്രൂപ്പ് തുടങ്ങുകയും കുറച്ച് നാടകങ്ങളൊക്കെ തിലകൻ സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ നാടകവേദിക്കും വിലക്കുണ്ടായിരുന്നു? ഇല്ല, അത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. അവിടെ പറഞ്ഞു, എൻ്റെ തട്ടകത്തിലേക്ക് അവിടെ ആരും വിലക്കാൻ പറ്റില്ല. വിലക്കാൻ വന്നാൽ എൻ്റെ പ്രേക്ഷകർ കൈകാര്യം ചെയ്യും. എൻ്റെ പ്രേക്ഷകരെന്നെ സ്നേഹിക്കുന്ന. നിങ്ങൾക്ക് ഈ വേദി കിട്ടുന്നതിനൊക്കെ ഒരു തടസ്സം ഉണ്ടായിരുന്നു? ഒരു തടസ്സമില്ല. മുടക്കാൻ നോക്കിയിട്ടുണ്ടോ? ഒരു തടസ്സമില്ല. അതൊന്നും ആ നാടകത്തിന് സത്യത്തിൽ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ട് ആ നാടകത്തിലാണ് ലാഭം ഉണ്ടായത്. ചേട്ടൻ്റെ ആ നാടകം എനിക്ക് ഭയങ്കര ലാഭമായിരുന്നു. ഒരു നാടകത്തിന് ഏതാണ്ട് അദ്ദേഹത്തിന് ഞാൻ 15,000 രൂപ കൊടുക്കുമായിരുന്നു. അദ്ദേഹം ചോദിച്ചിട്ടല്ല, അദ്ദേഹം 104 നാടകം അഭിനയിച്ചു. 15,60,60,000 രൂപ ചെക്ക് എഴുതി കൊടുത്തു അദ്ദേഹത്തിന്.
കാരണം അതിന് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞ സേട്ടന് തന്നാൽ എനിക്ക് അതിൽ കൂടുതൽ കാശ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ല പൈസ കിട്ടി. അത് കാരണം തിലകൻ എന്ന് പറയുന്ന ആ പേരിനാണ് കാശ്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ നാടകം തന്നെ നാടകത്തിൻ്റെ അല്പമൊന്നും ഞാൻ പറയുന്നില്ല. ഈ നാടകത്തിൻ്റെ ഒരു വിഷ്കമ്പമുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഒരു ഞാൻ എവിടെയാണോ എന്നൊരു ശബ്ദം, ഒരു ഡയലോഗുണ്ട്. അത് കേൾക്കുമ്പം ഓഡിയൻസിൻ്റെ ഒരു ഇളക്കം കാണണം. സത്യത്തിൽ അതാണ് ചേട്ടനെ പിടിച്ചു നിർത്തിയത്. ചേട്ടനൊരു ആത്മധൈര്യം, എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഉണ്ട്, പ്രേക്ഷകരുണ്ട്. അതാണ് ചേട്ടൻ യഥാർത്ഥത്തിൽ വലിയ ശക്തി. എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് സിനിമയും വേണ്ട, ഒന്നും വേണ്ട, മരണം വരെ ഞാൻ ഈ തട്ടിക്കിടന്ന് മരിക്കണം. അതാണ് അങ്ങനെ ആഗ്രഹം. ഒരു നിരാശ ഉണ്ടായിരുന്നുള്ളൂ, തട്ടിക്കിടന്ന് മരിച്ചില്ല അതുകൊണ്ട് നിരാശ. ഇന്ത്യൻ റുപ്പിയിലേക്ക് ക്ഷണിച്ചപ്പം അന്ന് 95ാമത്തെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രഞ്ജിത്തിയുടെ അദ്ദേഹത്തെ ക്ഷണിക്കാൻ വരുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനൊരു നാടകത്തിന് എന്താണ് ഇത് കാശൊക്കെ മുടക്കിയിട്ട് അത്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മൾ നാടകത്തിന് വേണ്ടിയിട്ടല്ല ഈ നാടകം, ചേട്ടനെ തൂപ്പിക്കാൻ നോക്കുന്ന വരേണ്യവർഗത്തിനെതിരായിട്ടുള്ളൊരു ഫൈറ്റായത്. ആ ഫൈറ്റിൽ തിലകൻ ജയിച്ചു. കാര്യം മലയാളത്തിലെ തിരക്കുള്ള ഒരു സംവിധായകൻ ചേട്ടനൊക്കെ വന്നിരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ചേട്ടൻ ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞു. ഞാൻ ചോദിച്ചിട്ടുള്ളതെല്ലാം ചോദിച്ചു. തിലകനെ കൊണ്ട് ഞാൻ അഭിനയിപ്പിക്കുമെന്ന് പറഞ്ഞു. എല്ലാ വിലക്കളും മാറ്റിയിട്ട് വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചേട്ടൻ വിജയിച്ചു. ഇനി നാടകം പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ രഞ്ജി സാറേ ഇപ്പം 102 നാടകം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇനി 103ാമതൊരു നാടകം ബുക്ക് ചെയ്യത്തില്ല സാറ്. തിലകൻ ചേട്ടൻ പറഞ്ഞാൽ പോലും ഞാൻ ബുക്ക് ചെയ്യത്തില്ല, നിങ്ങൾ ഇവരുടെ എങ്കിലും വെച്ചോളാം. ഈ തിലകനെ അപ്പോൾ ശരിക്കും അവഗണിച്ചു, ദ്രോഹിച്ചു എന്നൊക്കെ പറയുന്നത് കാരണം ഒരു വർഷത്തോളം താങ്കളോടൊപ്പം ആയിരുന്നല്ലോ താമസം. 18 മാസം, ഒരു വർഷമല്ല 18 മാസം. അല്ല, ഭയങ്കര അവഗണനയില്ലായിരുന്നു. ആ മനുഷ്യനെ അനുഭവിച്ച മാനസിക സംഘർഷം. ഒരു മഹാനടൻ, ഇത്രയും മാനസിക പീഡനം, അങ്ങേരെ കൂടെ നടന്നവർ, അങ്ങേരെ അച്ഛനായി, അതാ പറയുന്നത്, ഞാൻ അച്ഛനായി അഭിനയിച്ചവർ, എന്നെ അച്ഛാന്ന് വിളിച്ചവർ, അവർ എപ്പോഴും അങ്ങനെ പറയും, ഞാൻ എന്തിനെന്നെ ഇവരെന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയത് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 9 to 9 ആണ്. 9 മണിക്ക് ഞാൻ ചെല്ലും, രാത്രി 9 മണിക്ക് തിരിച്ചു വരും. ഒരു ദിവസം പോലും 9 ആകത്തില്ല. ഒരു ദിവസം പോലും 8:55 ഞാൻ തിരിച്ചു പോയിട്ടില്ല. പിന്നെ എന്തിനാ എൻ്റെ പേരിലുള്ള എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ ആരും വഴങ്ങാൻ പോകത്തില്ല. ഞാൻ ആരും വരുമ്പോൾ അങ്ങ് എനിക്ക് ഇങ്ങനെ കൈകൂപ്പി നിൽക്കത്തില്ല. എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു നടനാണ്. അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, ജനങ്ങൾ അംഗീകരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ എന്ന് പറയുന്നത് അവരാണ് എൻ്റെ ഗുരുജനങ്ങൾ. ആ ഗുരുജനങ്ങളെ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ഞാൻ ഇവരെ ആരെയും പോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അതാണ് ഇവരുടെ എന്നോടുള്ള ദേഷ്യം. പിന്നെ ചില കാര്യങ്ങൾ അങ്ങനെ ചോദ്യം ചെയ്യും. ഇപ്പോഴല്ല അതിൻ്റെ കാര്യങ്ങൾ. ഈ മാഫിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നുള്ള തെളിവല്ലേ ഇപ്പം വന്നിരിക്കുന്നത്. തിലകൻ അതൊക്കെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവസാന കാലത്തൊരു തിലകൻ്റെ ജോണി ലൂക്കോസ് തൊട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വലിയ താമസമില്ലാതെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കണ്ണി അഴിയെണ്ണും നിങ്ങൾ കാണും, കേരള സമൂഹം കാണും. ആ അഴിയെണ്ണുന്നത് കണ്ടല്ലോ. ദിലീപ് അഴിയെണ്ണിയില്ലേ? അദ്ദേഹം പറഞ്ഞത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ അതിന് മുൻപന്തി നിന്ന ആളാണ് അദ്ദേഹം, ഏറ്റവും കൂടുതൽ. അപ്പോൾ അവരെല്ലാം ഒരു വലിയൊരു ഉപജാപസംഘം, ഇതുപോലൊരു മഹാനടനെ. അതുകൊണ്ട് എന്തു പറ്റി? മലയാള സിനിമയ്ക്ക് ഈ 2 കൊല്ലക്കാലം എത്രയോ കഥാപാത്രങ്ങളെയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇന്ത്യൻ റുപ്പി വന്നപ്പോഴുള്ള ഒരു ഇന്നും മറക്കുക ഇന്ത്യൻ റുപ്പിൻ്റെ അഭിനയം. എന്തിനാ മമ്മൂട്ടി ഞാനുമായിട്ട് മമ്മൂട്ടി പറഞ്ഞ് ഞാൻ അങ്ങേരുമായിട്ട് അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മമ്മൂട്ടിയുടെ മകനെ അഭിനയിക്കുന്ന സിനിമയ്ക്കകത്ത് തിലകൻ വേണം. എന്താ കാരണം? ഒരു നടനാകണമെങ്കിൽ തിലകൻ ചേട്ടനോട് അഭിനയിച്ച നടനാകും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ തിലകൻ ചേട്ടൻ അതൊന്നും മനസ്സിലില്ല. പലരും അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മമ്മൂട്ടിയുടെ മോനെ, അത് വേറെ കാര്യം, അവനൊരു നടൻ എൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ അതേപോലെ കാണത്തുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ മമ്മൂട്ടി ഇല്ല. എന്താണ് ഈ മമ്മൂട്ടിയും മോഹൻലാലിനോടും ഒക്കെ അദ്ദേഹത്തിന് നല്ല
അല്ല അദ്ദേഹത്തിനൊരു പക്ഷെ അവർക്ക് ഭയങ്കരമായ പിണക്കമാണ്. ആ പിണക്കം എന്താണെന്ന് അതാണ് ഇപ്പോഴും എന്നോട് ഉപയോഗിക്കുന്നത്. എന്താ മിസ്റ്റർ രാധാകൃഷ്ണൻ എന്നോട് ഇങ്ങനെ ഇവർക്ക് ഈ വിരോധം, ഞാൻ എന്ത് കുറ്റം ചെയ്തു ഇവർ പറയട്ടെ. മരണം വരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. മരണം വരെ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് അവാർഡ് വരെ ഇവരാ പോയി, ഒരു ദേശീയ അവാർഡിൻ്റെ ഫൈനൽ വരെ അദ്ദേഹം വന്നതാ. ഫൈനൽ വരെ ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് എന്നോട് പറഞ്ഞത്. ആര്? മോഹൻലാൽ മമ്മൂട്ടി. ആ ടീമേ എന്നോട് പറഞ്ഞു, ആ ടീം അതിൻ്റെ ചർച്ച നടന്നപ്പോൾ എനിക്കറിയാം കിട്ടത്തില്ല. എൻ്റെ ലാസ്റ്റ് എൻ്റെ പേര് വന്നതാ. എനിക്കറിയാം കിട്ടത്തില്ല, കാരണം ഇവർ അവിടെ പോയി വിലക്കുന്നത്, അവർ വിലക്ക്, എനിക്ക് കിട്ടിയില്ല. ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞു ചേട്ടനാണ് തോണേ, പക്ഷേ വന്നപ്പം വേറെ ആളാ പേര് വന്നത്. ഈ മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ടോ? നേരിട്ട് ഇറങ്ങി നിന്ന്? നേരിട്ട് ഇറങ്ങണ്ടല്ലോ. ആ പടക്കാർ ഇപ്പം മമ്മൂട്ടിയുടെ ഒരു ഡേറ്റ് ചോദിക്കുന്നു. മമ്മൂട്ടി ചോദിച്ചു ആരാണ്? അത് തിലകൻ. എനിക്ക് ഡേറ്റില്ല. മോഹൻലാൽ ഒരു ഡേറ്റ് ചോദിക്കുന്നു, ഒരു പ്രൊഡ്യൂസർ, അത് ഡയറക്ടർ, ആരൊക്കെയാണ്? അതിന് ഡേറ്റില്ല. അവർക്ക് ഡേറ്റ് ആവണ്ടേ? ഈ സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് വേണം. ആ സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ അവർ പറയുന്നവരെ വെക്കണം. അതാണിപ്പോൾ ഈ മാഫിയ എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇപ്പം പച്ചയായി വന്ന കണ്ടില്ലേ, കാര്യങ്ങൾ വന്ന കണ്ടില്ലേ? ആരെയൊക്കെ വേണം, ഇവരൊക്കെ വേണം എന്ന് തീരുമാനിക്കുന്ന സൂപ്പർ താരങ്ങളാണ് ഈ 14 പേരാ. അതാണിപ്പോൾ നടക്കുന്നത്. സത്യത്തിൽ 100 വയസ്സാണ്. തിലകൻ ചേട്ടൻ ഇല്ലാതെ പോയല്ലോ എന്നുള്ള ഒറ്റ വിഷമേ ഉള്ളൂ. ഇതൊക്കെ കാണാനും കേൾക്കാനും അദ്ദേഹം ഇല്ലാതെ പോയല്ലോ എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഏതായാലും രാധാകൃഷ്ണന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. കാരണം അതും ഒരു സംവിധായകന്, ഒരു നാടക സംവിധായകന് അത്തരത്തില് അന്നത്തെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു സംവിധായകനാണ് രാധാകൃഷ്ണന്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിലകനെ സമീപിച്ചെങ്കിൽ അത്രമാത്രം സത്യസന്ധതയുള്ള ഒരു മനുഷ്യനാണ്. ഒരു കലാകാരനെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എളിമ ഉണ്ടാവുക, സത്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ കലാകാരൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വഴങ്ങാത്തവരെ വഴങ്ങുന്ന രീതിയും, അത്തരത്തിൽ ആരാണോ അവരുമായി സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായിട്ട് മുന്നോട്ട് പോവുകയും, യഥാർത്ഥത്തിൽ മലയാള സിനിമയുടെ നിലപാടെടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അമ്മയാണ്. പലപ്പോഴും അമ്മക്കിലുപരി ഇത് FKയും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാണ് ഏറ്റവും വലിയ നമ്മൾ അറിയാത്ത ഏറ്റവും വലിയ റോങ് ആയിട്ടുള്ള സത്യങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ അറിയാത്ത സത്യങ്ങൾ ഒരിക്കലും മലയാള സിനിമ നശിച്ചു പോകുമ്പോൾ നമ്മളൊരു തലമുറ തന്നെ ഇല്ലാതെയായ തലമുറയുടെ പുതിയ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയായിരിക്കും പല കൊലയും അത്തരത്തിലുള്ള വളരെ മോശം സാഹചര്യത്തിലൂടെ സിനിമ നമ്മെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ സത്യവത്തായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് നമ്മൾ ഈ സൊസൈറ്റി അതിനെ അനുകൂലിച്ച് അവർക്ക് തോന്നുന്ന പോലെ, അല്ലെങ്കിൽ കുറച്ച് ഫാൻസുകൾ എന്തെങ്കിലും പറയുന്നതുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുകയല്ല, നമുക്ക് നിലപാടുകൾ കുറച്ച് പോകണം എന്നാണ്. കാരണം തിലകനെ പോലുള്ള ഒരു മനുഷ്യന് ഇത്രയും വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളും തുറന്നടിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 15 അംഗ ടീം ആരാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവും 15 അംഗ ടീം ആരാണെന്ന്. ഈ 15 അംഗ ടീം തന്നെയാണ് മലയാള സിനിമ ഭരിക്കുന്ന യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമയെ ഒരുപക്ഷെ നാളെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ. കാരണം ഇത്രയൊക്കെ ആയിട്ടും ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അത്തരം മോശം നിലപാടുകൾക്കും എതിരെ മാത്രമാണ് അദ്ദേഹം ഒരിക്കലും തിലകന് ഒരിക്കലും ഇത്തരത്തിലെ വ്യക്തിപരമായിട്ട് ഒരിക്കലും ഒരാളോടും എതിരില്ലായിരുന്നു എന്നും കൂടെ തിലകന്റെ ബന്ധമുള്ള ഈ രാധാകൃഷ്ണൻ പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് പുതിയ മറ്റൊരു വീഡിയോസുമായി ഉണ്ട്.